വണ്ടി എടുത്തോ, ആരും വണ്ടി എടുത്തോ, വണ്ടി എടുത്തോ. ഇല്ലല്ല ഇറങ്ങണുള്ളൂ. ആരും വണ്ടി എടുത്ത് വയ്ക്കോ. ആരും 5-6 5 to 10. പക്ഷെ എൻ്റെ മോനെ ഗായ്സ് നോക്ക്, കാട്ടി നിൽക്ക് നോക്ക്. അമ്പാ ഞങ്ങളങ്ങനെ ചെക്കിനൊക്കെ ചെയ്ത് ഒന്ന് പുറത്ത് പോകട്ടോ, ഫുഡ് കഴിക്കണം. എല്ലാവരും ഓരോരുത്തർ കല്ല് ലുക്ക് കാണിച്ചോട്ടെ. യെസ്, കുട്ടൻ്റെ ഔട്ട്ഫിറ്റ് അമ്മേൻ്റെ ചെയ്താറ്. ആ അടിപൊളി. ചിറ്റൻ്റെ ഔട്ട്ഫിറ്റ് ഇതാണ്, ചിറ്റൻ്റെ ഔട്ട്ഫിറ്റ്. ഓ ഏ കളർഫുൾ. എന്നെ നിശ്ചൽ ഫോട്ടോഗ്രാഫിയുടെ കളർഫുൾ എനിക്ക് ഏറ്റവും ഇഷ്ടം. ഞാൻ കീഴിലാണ് പൊടി സാധനം, നല്ല രസമുണ്ട് എൻ്റെ കീഴില്. അടിപൊളി. ബാക്കി കയറാൻ ഞങ്ങൾ 3 പേര് കയറണം. കാരണം നിങ്ങൾ 2 പേര് കയറിക്കോ. തലോട്ടല്ലേ അത്യാവശ്യം ഒരു നല്ല കോട മൂടി വരുന്നുണ്ട് കേട്ടോ. ലുക്ക് എങ്ങനെയുണ്ട്? സിംഗിളാത്താണ്. ഞങ്ങളിപ്പോൾ വന്നേക്കുന്നത് ഊട്ടിയിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ഹോട്ടലാണ്. ഞങ്ങളോട് അന്വേഷിച്ചപ്പോൾ നമ്മുടെ ഹൗസ് ഓണറൊക്കെ പറഞ്ഞ ജൂനിയർ കുപ്പണ്ണ, അവിടുത്തെ അതായത് ഭയങ്കര എത്ര വർഷം പഴക്കമുള്ള ഹോട്ടലാണ്. 1960 എന്നുള്ള ഹോട്ടൽ, ഭയങ്കര ഹെറിറ്റേജ് ലുക്കുള്ളൊരു ഹോട്ടലാട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടോ, ഇതാണ് ഇതിൻ്റെ ഒരു ഔട്ട്ലുക്ക് എന്ന് പറയുന്നത്. ഈ ഫ്ലവറൊക്കെ ഉണ്ടോ, അടിപൊളി. പിന്നെപ്പോ നമ്മൾ എവിടെയാണ്, നമ്മളായിട്ട് ടൂറാടി ഈ കള്ളി. എൻ്റെ മോക്കൊക്കെ വരുന്നുണ്ടാവും അല്ലേ? ഇവിടെ നല്ല സുണ്ടര കാണാൻ. ഇതാട്ടോ നമ്മുടെ ഹോട്ടലിൻ്റെ ഉള്ളിലുള്ളൊരു ഇതൊരു ഹെറിറ്റേജ് ബിൽഡിംഗ് ആണ്. അത്യാവശ്യം കത്തിയായിരിക്കും റേറ്റൊക്കെ. ഇതാണ് നമ്മുടെ ഡൈനിങ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ഡൈനിങ് സ്പേസ്. ജൂനിയർ കുപ്പണ്ണ 1960 കമ്മിങ് ഗിയർ ഓപ്പൺ. Kaluna outfit is very looking so good. Please select. Yeah. So good, bro. Bro. ഞങ്ങളെ ഡ്രസ് കോഡ് ആട്ടോ. എൻ്റെ ഔട്ട്ഫിറ്റ് ആണ് എനിക്ക് തെണ്ടിയുള്ള സഹായമാണ്. സെറ്റ് ആട്ടോ. അപ്പോൾ നമ്മളിനി ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. ഞാൻ അവിടുത്തെ വിശേഷങ്ങൾ പറഞ്ഞു തരാം. ഹായ്. ഓ മെനു കാർഡ് ജസ്റ്റ് വെയിറ്റ്. കൂട്ട ചെല്ലേ പുള്ളുന്ന് കൊടുത്തോ? ഓ ഉണ്ടാവും, എന്തായാലും ഉണ്ടാവും. നീ ഏതായാലും ഉള്ളിൽ കയറിയിട്ട് വരും. ആ മെനു കാർഡ് എവിടെ മകനെ? മെനു എവിടെ? മെനു ആ മെനു ഒന്നേ ആളെന്നെ കയറ്റുന്നില്ല. വേണ്ട, ഇനി വേണ്ട. ഇനി അടിച്ചാൽ ഞാൻ കുപ്പണ്ണെല്ലാം കൂടി ഞാൻ ചൊപ്പണ്ണേ പോവും. അപ്പോൾ ഞങ്ങൾ ഇത് ഫുഡ് കഴിക്കാൻ കയറാൻ പോവാണ്. സോറി, ഐ ഫോർഗോട്ട്. ചേട്ടൻ വണ്ടിയിലുണ്ട്. ചേട്ടൻ വണ്ടിയിലുണ്ട്. എനിക്ക് എന്താ ഓർഡർ ചെയ്യണ്ടേ? ബിരിയാണി ഓർഡർ ചെയ്യണ്ടേ? ചോറ് നീ കേട്ടോ. ഇതാട്ടാ ഒരു ഇൻസൈഡ് വ്യൂ എന്ന് പറയുന്നത്. പിന്നെ ഞാൻ ഹരി
എല്ലാവരും മീൽസും കഴിക്കുന്നത് അതേപോലെ ബിരിയാണിയും കഴിക്കുന്നുണ്ട്. ഞാൻ നോക്കി എല്ലാവരും കഴിക്കുന്നത് നോർമലി ബിരിയാണിയും കഴിക്കുന്നുണ്ട്, ചിക്കൻ ബിരിയാണിയും മീൽസ് കഴിക്കുന്നുണ്ട്, മട്ടൻ ബിരിയാണി ഇവരൊന്നും കഴിക്കും. അല്ല നമുക്ക് പറയാലോ, ഞാൻ കഴിക്കുന്ന അരിയൊക്കെ ഉപയോഗിക്കും, നമുക്ക് മിക്സ് ആക്കി പറയാം. ചിക്കൻ ബിരിയാണി വേണ്ട, മമ്മിക്ക് ചോറ് മതി, ഒരു മീൽസ് പറയാം. നിനക്ക് എന്താ വേണ്ടേ? നമുക്ക് അവർക്ക് ബിരിയാണി, ചിക്കൻ ബിരിയാണി. ഒരു കാര്യം ചെയ്യാം, ആ ഒരു 3 ചിക്കൻ ബിരിയാണി, ചിക്കൻ ബിരിയാണി, ആ ആ 2 മട്ടൻ ബിരിയാണി, ആ. ഒരു മീൽസ്. ആ അത് മതി, അത് മതി. വേറെ എന്തെങ്കിലും വേണമെങ്കിൽ പറയാം, ഒരു ഫ്രൈയോ എന്തെങ്കിലും വേണമെങ്കിൽ വേറെ പറയാം, അത് മതി. രസമുണ്ടല്ലോ ഹോട്ടലാണ്, നല്ല പഴയ വീട് ആ അല്ല ഇത് പണ്ടത്തെ എന്തോ ബംഗ്ലാവാ, മ്യൂസിയം പോലത്തെ, ഭയങ്കര രസമല്ലേ? ആ അതെ, സംഭവം കേട്ടോ. രണ്ടിനും വയ്യാത്തോണ്ട് ഒരു വിഷമാ. ഞങ്ങള് രണ്ട് 3 ചിക്കൻ ബിരിയാണി പറഞ്ഞു, 2 മട്ടൻ ബിരിയാണി, ഒരു മീൽസ് അല്ലേ? ആ പിന്നെ ഒരു പ്ലേറ്റ് എക്സ്ട്രാ. കാരണം നമുക്ക് അറിയില്ല ഇവിടുത്തെ പോർഷൻ എത്രയാണ്, അപ്പം നോക്കിയിട്ട് ഞങ്ങൾ പറയാനുള്ളൂ. ഹോട്ടലൊന്നും ഒരു ഇന്ത്യയുടെ കട്ടിയോടെ കേട്ടോ. ഫുഡ് ഹാപ്പിയാണോ? ചിറ്റ ഹാപ്പിയാണോ? ഹാപ്പിയാണ്. ഞാൻ ഹാപ്പി ആയി തുടങ്ങി. കല്ല് ഹാപ്പിയല്ലേ? ഗൈസ് ഞാൻ സൂപ്പർ ഹാപ്പിയാണ്. ദിസ് ഈസ് അവർ ഫാമിലി ട്രിപ്പ്. നമ്മുടെ ഫുഡ് വന്നിട്ട് ആരിപ്പോൾ മട്ടൺ അല്ലേ? ആ ചിക്കനാ? ചിക്കൻ ബിരിയാണി. അമ്മി ഫസ്റ്റ് വീഡിയോ വെച്ചിട്ട് എങ്ങനെ പറയും? പീസ് എടുത്തില്ലല്ലോ നീ? ആണോ? പീസ് എടുക്കണേ അല്ല ആണോ? അമ്മയ്ക്ക് ഒരുപാട് കറി ഉണ്ട് കേട്ടോ. അതെന്താ ചിക്കൻ ബിരിയാണി അല്ലേ? നല്ലതായിരിക്കും. ഒരു പീസ് ഒരു പീസ് 2 പീസ്, ചെറിയ 2 പീസ്. ആ അത് കുഴപ്പമില്ല, ഞാൻ മട്ടൻ ബിരിയാണി ഇടാം. ഇതാണ് സ്പെഷ്യൽ മട്ടൻ ബിരിയാണി. അമ്മ ഒരു ചിക്കൻ കഴിച്ചോട്ടോ. ആ ഒറ്റ ചെറിയ കഷ്ണം കഴിക്കും. ഞാൻ ഇട്ടേക്കണ ചെറിയ കഷ്ണം, കുഞ്ഞു കഷ്ണം കഴിക്കും. കോപ്പ സ്നേഹത്തോടെ തന്നല്ലേ. മട്ടൻ ഡോഗ് ഞാനിപ്പോൾ മട്ടൻ ബിരിയാണി ഇട്ടിട്ടുണ്ട് കേട്ടോ. എങ്ങനെ ഉണ്ടോ നല്ല ബിരിയാണി? ഫുഡ് നല്ല ബിരിയാണിയാണോ? നല്ലതാണോ? ചിക്കൻ ഹാപ്പി അല്ലേ? എല്ലാവരും ഹാപ്പി അല്ലേ? ഇവരെപ്പോഴും ബിരിയാണിക്ക് ഗ്രേവി കൊടുക്കൂലേ? അത് കൂട്ടിയോ? ഈ ഗ്രേവി കൂട്ടിയോക്ക് മട്ടൻ ബിരിയാണി. ആ മട്ടൻ ബിരിയാണി അയച്ചു നോക്കാം കേട്ടോ. 2 പീസ് ഇല്ല. ഗ്രേവി അടിപൊളി. ഇത് കൂട്ട് മമ്മി. റൊട്ടി പറയണോ? റൊട്ടിയും കറിയും അടിപൊളി. മട്ടൻ ബിരിയാണി രക്ഷയില്ല. ഇഡിലെ മട്ടൻ അൺബിലീവബിൾ. ഇവരുടെ ഇല്ലേ നമ്മളോട് കിട്ടാത്ത പോലത്തെ ബിരിയാണിയോട് കിട്ടുന്ന ഈ കുഴമ്പ് സൂപ്പർ, ജസ്റ്റ് സൂപ്പർ, നോ വേർഡ്സ്. ഇത് ചിക്കൻ ബിരിയാണിയാണ്, ഇതും ചിക്കൻ ബിരിയാണിയാണ്. സൂപ്പർ ബിരിയാണിയാ. മൂപ്പര് ഭയങ്കര ഇഷ്ടപ്പെട്ടു, എനിക്ക് ഇഷ്ടപ്പെട്ടു. മട്ടൻ ബിരിയാണി അടിപൊളിയാണ്. അമ്മ ചോറ് നല്ലല്ലോ മീ. മട്ടൻ ബിരിയാണി ഈ കുളമ്പില്ലേ നമ്മുടെ നാട്ടിൽ കിട്ടില്ല ഇങ്ങനത്തെ ഇത്. ഏത് ഗ്രേവി? ബിരിയാണി അതിൽ ഒരുപാട് പീസാ. ബിരിയാണി വേണ്ടേ? ഇതിട്ട് മട്ടൻ ബിരിയാണി ഇട്ട്. മട്ടനൊരു രക്ഷയില്ല കേട്ടോ. പഞ്ഞി പോലുണ്ട് മട്ടൻ. കഴിക്കൂലേ മട്ടനല്ലേ? അമ്മ കഴിച്ചോ ചോട്ടെ. അമ്മ ഇഷ്ടമുള്ള വെച്ചോ. ഒരു രക്ഷയില്ല വയസ്സ് പൊളി സാധനം.
ഇതൊക്കെ ഇട്. ഇതാണ് സൂപ്പറല്ലേ ബിരിയാണി? അവിടെ പറയാം ദ ബെസ്റ്റ് മട്ടൺ ബിരിയാണി ഇൻ ഊട്ടി. സീരിയസ്ലി അല്ലേ? അല്ലേ അമ്മീ വെജ് മീൽസ് അല്ലേ? മട്ടൺ ബിരിയാണി അടിപൊളിയല്ലേ? മട്ടൺ ബിരിയാണി ഉണ്ട്. മട്ടൻ ബിരിയാണി ഒരു രക്ഷയില്ല, അടിപൊളി. കുറേ പീസുകളുണ്ട്, സീസാണ്. പൊറോട്ട അല്ലേ? ബെസ്റ്റ് ഫുഡ്. കുറച്ച് അതായത് ഭയങ്കര എക്സ്പെൻസീവാന്ന് പറയാൻ പറ്റില്ല. ഇങ്ങനെ സ്ഥലത്ത് വരുമ്പോൾ നമ്മൾ നോർമലി കൊടുക്കുന്ന പൈസ, പക്ഷെ അടിപൊളി ഫുഡ്. കൊടുക്കുന്ന പൈസയ്ക്ക് പോകത്താണ്. നിങ്ങൾ മസ്റ്റായിട്ട് ഇവിടെ വിസിറ്റ് ചെയ്യണം. എടാ ഹോട്ടലിൽ വരുന്നതാ ജൂനിയർ കുപ്പണ്ണ. ഞാൻ പറഞ്ഞാൽ മാറിപ്പോ ജൂനിയർ കുപ്പണ്ണ, അതാണ് ഹോട്ടലിൻ്റെ പേര്. പറഞ്ഞാൽ മാറിപ്പോവും. സിൻസ് 1960 ജൂനിയർ കുപ്പണ്ണ ഊട്ടി ടൗണിലാണ്. ലൗഡിയൽ റൂട്ടിൽ ബെസ്റ്റ് ഡൈനിങ് ആട്ടോ. ബെസ്റ്റ് ഓപ്ഷൻ. കിടിലം മട്ടൻ ബിരിയാണി. മട്ടൻ ബിരിയാണീൻ്റെ കൂടെ കിട്ടുന്ന ഒരു ഗ്രേവി ഉണ്ട്, കഴിഞ്ഞു ഇവിടെയല്ലേ, ഒന്നും പറയാനില്ല. മമ്മി നോൺ വെജ് മീൽസ് വെച്ച് സന്തോഷമായിട്ടിരിക്കുക. പലമ്പാമ്പര ഒഴുകിയ പോലെ. അമ്മനൊക്കെ എണീറ്റോ? അവനെ മുന്നേ എണീറ്റോ? നല്ല ഫുഡാ എന്നോട് ബുജോ. ഹലോ ഗായ്സ് പറ. ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ വീട്ടിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിറങ്ങിട്ടോ. ഞാൻ ഹോട്ടലിലെ ഫ്രണ്ടൊന്ന് കാണിച്ചു തരാം. ഇപ്പോൾ അരി ഇതാണ് ജൂനിയർ കുപ്പണ്ണ. നമ്മൾ താമസിക്കുന്ന പ്രോപ്പർട്ടിയുടെ ഹൗസ് ഓണറിൻ്റെ പുള്ളിയെ വിളിച്ച പുള്ളി അറിയാതെ നോൺ വെജ് ഏറ്റവും ബെസ്റ്റായിട്ട് കിട്ടുകയാണെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷനാണെന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് ഇവിടെ വന്നത്. ഇവിടെ ഒരു ഫ്ലവർ കാണിച്ചു കേട്ടോ. എന്ത് ഭംഗിയാണ് നോക്ക്. രക്ഷയില്ല. ഇതാണ് മൊത്തം ഒരു ഹെറിറ്റേജ് സ്റ്റൈൽ ബിൽഡിംഗ് ആട്ടോ. പക്ക ഹെറിറ്റേജ് ആണോ? ജൂനിയർ കുപ്പണ്ണ. ഇനിയിപ്പോൾ നമ്മൾ ലേക്കിലേക്കോ ബൊട്ടാണിക്കൽ ഗാർഡനിലേക്കോ ചുമ്മാ ഒന്ന് പോകും എല്ലാവരും കൂടി. പിന്നെ ഞങ്ങൾ പ്രോപ്പർട്ടി പോകും. ഞങ്ങൾ അങ്ങനത്തെ ഒരു പ്രോപ്പർട്ടി എടുത്ത് നമുക്ക് എത്ര റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റുന്ന പ്രോപ്പർട്ടി എടുത്ത് പിന്നെ കുറച്ച് സമയം നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യണം. ഞങ്ങളങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ബൊട്ടാണിക്കൽ ഗാർഡനിലെത്തി. അങ്ങോട്ട് പോട്ടെ. ഇതിപ്പോൾ ടിബറ്റൻ കോളനിയാണ്. ഷോപ്പിംഗ് ഒന്നും ചെയ്യാനൊന്നുമില്ല, കാരണം നമ്മുടെ നാട്ടിൽ മുട്ടൻ ചൂടാ. ഇവിടെ നിന്ന് ഈ സ്വെറ്ററൊന്നും മേടിച്ച് പോയിട്ട് ഒരു കാര്യമില്ല. അമ്മ എന്നാ ഇട്ടല്ലേ ഇങ്ങോട്ടൊക്കെ. അമ്മ നമ്മൾ ഈ കണ്ണാടി നേരത്തെ മേടിക്കണ്ടായിരുന്നു അല്ലേ? ഈ കറുപ്പാവുന്നേ ആ നന്നായി ആഡ് ചെയ്ത്. വലിയ തിരക്കില്ല കേട്ടോ, വലിയ തിരക്കില്ല. ഇവിടെ ഫ്രൂട്ട്സൊക്കെ ഉണ്ട് കേട്ടോ, നല്ല ഫ്രഷ് അവക്കാഡോ, പ്ലംസ്, ഒരു മാംഗോസ്റ്റീനൊക്കെ ഉണ്ടോ അമ്മി? അമ്മി ഇതൊക്കെ അമ്മി ചെറിയ അനിച്ചൊക്കെ. അവക്കാഡോ എന്നാ റേറ്റ്? 150. അമ്മി അവക്കാടേ ഒരു ചാക്ക് കുറച്ച് വണ്ടിയിട്ടാ ഇവിടെ 150 കിലോയാ. 100 രൂപ കിട്ടിയാ നമുക്ക്. നിങ്ങളെങ്ങോട്ടാ ഇവിടെ ഇറക്കി വിടും, ടിക്കറ്റ് എടുക്കണം. ഭക്ഷണം കഴിച്ചോളൂ, വയറ് പണിയിട്ടത് പെട്ടുപോകും. നമ്മളിപ്പോൾ ഭക്ഷണം കഴിച്ചോളൂ പറഞ്ഞ ഗൂഗിൾ പേ എടുക്കാ. ഒരു മാങ്ങ എവ്വളോ? 60 രൂപ. എടി കവറിലിട്ടെടുത്തോ, കവറിലിട്ടെടുത്തോടി. ഫ്രഷാ? ഹലോ അല്ല വേണ്ട, ഒരു ഫ്രഷ് മാങ്ങ കൂടി. 60 രൂപ തന്നെ. കുട്ടനവിടെ കൊത്തിയായിട്ട്
இது தானே? ஆ 60 போட்டிருக்கு. എല്ലാരും കൂടി അറ്റാക്കാണ്. മറ്റേ പിടിച്ചിട്ടില്ല. മുളകില്ലാത്ത ഇവിടെ ഉണ്ടോ? ചെറിയ പൊട്ട് എല്ലാത്തിനും മുളകായിട്ടുണ്ട്. എല്ലാവർക്കും ഉണ്ട്. അമ്മ മുളക് കൊടുക്കണേ. അയ്യോ 30 റുപ്യ 100 റുപ്യ ഒരാൾക്ക് 30 നമുക്കൊന്ന് മേടിച്ചു 100 രൂപയ്ക്ക്. ഓഫ് സീസൺ അല്ല കൂട്ടിയതാ. കൂട്ടിയതാ ഓഫ് സീസണിൽ കൂട്ടിയതായിരിക്കും. ഞാൻ 500 കൊടുത്തിട്ട് നമ്മളന്ന് നോക്കുമ്പോൾ ആര് പറഞ്ഞു ഇത്ര പൈസ ഉള്ളൂ ഇവിടെ കയറാൻ 30 റുപ്യ എന്തോ ഒരാൾക്ക് കൊണ്ടുള്ളൂ. മൊത്തത്തിൽ 700. ഓ അതിന് മാത്രമല്ലേ അരി. ഞങ്ങൾ അന്ന് വന്നപ്പോൾ ടിക്കറ്റ് കുറവായിരുന്നു കേട്ടോ. ഇന്ന് കമ്പാരിറ്റീവ്ലി ഇതിലേ വാ ഇന്ന് വന്നപ്പോൾ കമ്പാരിറ്റീവ്ലി കൂടുതലായിരുന്നു കേട്ടോ. ഓ അത് ഭയങ്കര പൈസയാ. എവിടെയില്ല പൈസ. ദൊഡ്ഡപേട്ടയിലൊന്നുമില്ല. കുട്ടിയൊക്കെ 50. ആ ആളുണ്ട്. ആര് പറഞ്ഞിട്ടുണ്ടാവും അങ്ങനെ പറ്റില്ലാണ്ടൊന്നുമില്ല അല്ലേ. റിപ്പയർക്ക് ആയതുകൊണ്ടിരിക്കും. ആ അല്ല നമ്മൾ അന്ന് വരുമ്പോൾ ഫ്ലവർ ഷോൻ്റെ ഒരുക്കങ്ങളും ഇവിടെ തട്ടടിക്കലും അത് പൈസ കുറച്ചായിരിക്കും. ആയിരിക്കും ചിലപ്പോൾ. ശരിക്കുള്ള പൈസ ഇതായിരിക്കും. ടിക്കറ്റ് 7 പേർക്ക് 700 രൂപ. എന്തായാലും ഞങ്ങൾക്ക് ഉറപ്പാണ്. ഞങ്ങൾ അന്ന് നോക്കുമ്പോൾ ഇത്രയും ടിക്കറ്റ് ഇല്ല. 30-40 രൂപ എന്തോ ഉള്ളൂ പെർ ഹെഡ്. ഞങ്ങൾ 3 പേരെടുത്തപ്പോൾ ചെറിയ പൈസ ആയുള്ളൂ. അല്ല നമ്മളെല്ലാം. ആ അതെ. ആ എല്ലാരും കൂടി ക്ലാസ്സാ. ഫോട്ടോ എടുക്കണ്ട നമുക്ക്. ഒറ്റ ഫോട്ടോ എടുത്താൽ കൂടി. ആ എത്രയാപ്പോ? 100 റുപ്യ. ഇത് തന്നെ പെരിയ സൈസ്. ആ നമുക്ക് എടുക്കുമ്പോൾ ഫാമിലി ഫോട്ടോ എടുക്കുമ്പോൾ വലുതെടുക്കല്ലേ വെക്കാനായി ഫ്രെയിം ചെയ്തിട്ട് നമ്മുടെ ഹോളിൽ താഴെ ഹോളിൽ വെക്കാം ഒരു ഫോട്ടോ. ആ ഒറ്റ ഒരെണ്ണം എടുക്കാം. എങ്കിൽ ഇരുന്ന് നല്ല സ്ഥലം നോക്കാം. അണ്ണാ ഉള്ള എടുക്കലല്ലേ? ഇല്ലല്ലോ ബിൽഡിംഗ് വേണം നമുക്ക്. എന്താ അങ്ങ് നമുക്ക് ഉള്ളിൽ നിർത്താൻ പോലെ സീനറി പോകും. ആ അങ്ങ് ഉള്ളിലാണ്. ഓക്കെ ഓക്കെ. ഞങ്ങളിപ്പോൾ ഞങ്ങളൊരു ഫാമിലി ഫോട്ടോ എടുക്കാൻ വേണ്ടി പോട്ടോ. നമുക്കൊരു മെമ്മറി അല്ലേ. ആ ഇതിലാ ഫുൾ ഗ്രീൻ അല്ലേ. അണ്ണാ കൊഞ്ച അങ്ങ് ഇവിടെ കാണല്ലേ. എന്നാലും ഉങ്ക പേരെന്നാ? മുഹമ്മദ് ഇലിയാസ്. യൂട്യൂബ് ചാനൽ. ഹായ് சொல்லுங்க. ഹായ്. ഇതാരത്? കമോൺ എടുത്തു പിടിക്കണോ? നീ രസം ഉണ്ടാവില്ല. നീ എടുത്തോ. അതിന് പാട്ടെടുക്ക്. ഞങ്ങളങ്ങനെ ഫാമിലി ഫോട്ടോ എടുത്തിട്ടോ. എല്ലാവരും അടിപൊളിയായി. നല്ല ഫോട്ടോ നമുക്ക് ഫ്രെയിം ചെയ്ത് വെക്കണം. ഇപ്പം നമ്മൾ ബൊട്ടാണിക്കൽ ഗാർഡനാണല്ലോ ഉള്ളത്. അപ്പം നമ്മൾ ഫാമിലിയായിട്ട് ജസ്റ്റ് റിലാക്സ് ചെയ്യാണ്ടി വന്നേ. വേറെ സൈറ്റ് സീയിങ് അങ്ങനെ പരിപാടിയൊന്നും ഇല്ല കാര്യമായിട്ട്.
ജസ്റ്റ് രണ്ട് ഇവിടെ ഫോട്ടോഷൂട്ടിന് അടി കേട്ടോ. ഇവിടെ ഉവ്വന്റെ ഫോട്ടോ അടിപൊളിയായില്ല, ചിച്ചന്റെ ഫോട്ടോ രണ്ടും കൂടി ഇടിയാ. പരസ്പരം അടിയോടെ അടിയോടെ. നമ്മളപ്പോ കോഫി പറഞ്ഞിട്ടോ. ഏതാ ബ്ലാക്ക്? ഇത് ബ്ലാക്കോ? ആ മുകളിൽ അതല്ലേ മമ്മിക്ക് കൊടുക്കണം. ഇളക്കാൻ പറയാം. മമ്മി മമ്മിക്ക് കട്ടണം. മമ്മിക്ക് നല്ല ബ്ലാക്ക് കോഫി. ബ്ലാക്ക് മൊത്തം കിട്ടിയോ? മമ്മി മധുരം വേണോ? കുടിച്ചു നോക്കിയത് മിൽക്ക്. ചിറ്റ മിൽക്ക് അത് മിൽക്ക്. ഇത് മിൽക്ക്. ഇനി ഉവ്വക്കൊരു മിൽക്ക്. കിട്ടിയില്ലേ? നിനക്ക് കിട്ടിയില്ല? നിനക്ക് ബ്ലാക്ക് കോഫി, അവക്കൊരു ബ്ലാക്ക് കോഫിയാ. ഇത് ബ്ലാക്ക് കോഫി അല്ല മിൽക്ക്. ഇല്ല ബ്ലാക്ക്. ഇത് ബ്ലാക്ക് കോഫി. ഉവ കിട്ടിയില്ലല്ലോ. ഇനി ഒരു മിൽക്ക് കോഫി ഒരു ബ്ലാക്ക് കോഫി. അല്ല അല്ല വലിയ മധുരം വേണം, എനിക്ക് ചൂട് കിട്ടി. ആ നല്ല സൂട് ബ്ലാക്ക് കോഫി. ഞാൻ ഗാർഡൻ്റെ ഈ സ്ഥലത്തേക്കൊക്കെ ആദ്യമായിട്ട് വരും കേട്ടോ. ഇതിന്റെ മുകളിലോട്ടൊക്കെ എത്തുന്നുണ്ട് ഞങ്ങളൊക്കെ പണ്ടേ ഉണ്ട്. ഏത് കാലത്തുണ്ട്. ഇനി വലിയ വലിയ മരങ്ങളെ കണ്ടാലും ഞെട്ടിപ്പോണ മരങ്ങളൊക്കെ. ഇത് നല്ല പോരി നെല്ലിക്കോരം പോലെ. നെല്ലിക്കല്ലോ അല്ലല്ല. ഇതും നോക്കി ഇലകള് ഇവിടുന്ന് പൊട്ടിക്കാനും പറ്റില്ലല്ലേ. എന്തിനാണ് ഇതൊക്കെ നമ്മളോടുള്ള സാധനം തന്നെ. പക്ഷെ അത് വെച്ചേക്കാനും ഭംഗിയുണ്ടല്ലേ. ഈ സാധനം നമ്മളവിടെ ഉണ്ട്. എന്തൊരു ആ ഇത് നമ്മളോടുള്ള അതിന്റെ പൂ. നമ്മളോട് അത്ര വലുതായിട്ടില്ല. ഓ ഇത് നല്ല രസമുണ്ട് കൂട്ടാ. ഇല്ല അങ്ങനെ നമ്മൾ ഇവിടെ 20 ഉറുപ്പിക ടിക്കറ്റ്. അല്ല ആ ഉള്ളിൽ കയറാം. ബോട്ട് ഹൗസ് എൻട്രി. ആ വെറുതെ കയറിയിട്ട് വരാം. നമ്മളിപ്പോൾ ബോട്ട് ഹൗസിലെത്തി. വെറുതെ വന്നോ കേട്ടോ. പണ്ട് വന്നോ കുറേ ആയി. കാരണം നമ്മൾ ഊട്ടിയിൽ വരുമ്പോൾ നോർമലി ഇങ്ങനെ സൈറ്റ് സീയിങ് അങ്ങനെയൊന്നും വരാറില്ല. അങ്ങനെ ഇതിപ്പോൾ എല്ലാവരും ആയിട്ട് വന്നപ്പോൾ ചുമ്മാ ഇതിലില്ല ടിക്കറ്റ് എടുത്തിട്ട് ഇങ്ങനെ കയറി പോകേണ്ടത്. വലിയ തിരക്കൊന്നുമില്ല കേട്ടോ. പാർക്കിംഗ് ഒക്കെ ഓൾമോസ്റ്റ് ഫുള്ളാണ്. പക്ഷെ റെസ്റ്റ് ഒന്നും പറയണമെന്നില്ല. കുഞ്ഞപ്പോൾ ഒങ്ങി പോയി. നമ്മുടെ പൊന്നൊങ്ങി പോയടോ. ചിരിക്കുക. ടിക്കറ്റ് എടുക്കുന്നത് നല്ല സെറ്ററൊക്കെ ഉണ്ടോ? സെറ്ററൊക്കെ എന്തൊക്കെ വെച്ചാണ് എൻ്റെ പഞ്ഞോ പഞ്ഞോ വെച്ചിട്ട് അമ്പോ റിച്ച് ഗേൾ. അമ്മ ടിഷ്യൂ എടുത്തില്ല അല്ലേ? ആകെ ഒരു ടിഷ്യൂ. അതാവും എന്താ ടിഷ്യൂ. കഴിഞ്ഞില്ലേ? ഇല്ല നമുക്ക് മേടിക്കുകയാണെങ്കിൽ അത് നല്ല തിന്നണ്ടേ മാംഗോസ്റ്റീൻ. ആ അമ്മേ നല്ല മുതലുണ്ട്. എന്താ അറിയോ? ഇറങ്ങി പോവാ. ചിലത് കുരുല്ലാത്തുണ്ട്. ആ എടുത്താ. ആ അങ്ങനെ നമ്മൾ ബോട്ട് ഹൗസിലെത്തി. പക്ഷെ ഇവിടെ ചോട്ടിന് ഓട്ടം മാത്രമേ ഉള്ളൂ. മറ്റേ ഓട്ടം കണ്ടു രസം എല്ലാവരും കൂടി ഇരുന്നിട്ട് പോണേ. ആ എല്ലാവരും കൂടി കയറിയിട്ട് കൊണ്ടുവരണേ അതൊക്കെ ഉണ്ട്. പിന്നെ ട്രൈ ചെയ്യാം. ആ അതാകുമ്പോൾ നമുക്ക് അവർ ഇതാക്കിക്കോളുമല്ലോ. നമുക്ക് വേറെ കയറിയെന്ന് പോയി. പക്ഷെ ഇത് അല്ല ഉണ്ട് ട്രൈ വലുതൊക്കെ ഉണ്ട്. ആ സ്പീഡ് സ്പീഡൊക്കെ ഉണ്ട്. ഞാൻ സ്പീഡ് ഇല്ലേ കടലിൽ കൂടെ മോട്ടോർ സൈക്കിളൊക്കെ ഞാൻ പോയില്ല. ആരാ സിംഗപ്പൂർ പോണതേ? നീ വരെ ഇട്ടേക്കാ? അല്ല അത് ഈ ഏരിയയിൽ ചെറിയ ബോർഡർ ആയിക്കോ? അല്ല മറ്റവർ വരില്ല ഇതിലെ ഇവിടെ ഓടിക്കുന്ന സ്ഥലത്ത്. ഓ ഓരോ ടെറിട്ടറി ആയിരിക്കും അല്ലേ? മാത്രം ഇവിടെ മറ്റേ ചവിട്ടണവിടെ ഇവിടെ മെഷീൻ. അതൊരു ബോട്ടാ എല്ലാവർക്കും ഇരുന്ന് പോണേ.
ഏ ഇതാ മറ്റേ മെഷീനിലോട്ട് കയറണോ? ആ കൊച്ചുങ്ങളൊക്കെ വെള്ളത്തിലല്ലേ ബോട്ട് കയറണോ? വേണ്ടല്ലോ. നമുക്ക് തന്നെ കണ്ടിട്ടൊക്കെ പോവാ. ആ എന്നാ വാ. ആർക്ക് എന്ത് ഇതൊക്കെ കടലിൽ കൂടെ പറന്ന് അത് നല്ല കട അല്ലേ? ചെറിയ കടയാണ്, നല്ല രസമുണ്ട്. രസമുണ്ട് കാണാൻ ലേക്കൊക്കെ കേട്ടാ. ഈ സാധനത്തിൽ ഞങ്ങൾ ഈ റൈഡിൽ കയറാൻ പോട്ടെ ഗൈസ്. ആ ഇവിടെ ഒരുപാട് സാധനങ്ങളുണ്ട് തിന്നാനോ. ഒരു ചായ കുടിക്കണേ ചായ കുടിക്കുക. ആ മോനെ ഇതുണ്ടായി ചോക്ലേറ്റ്, ഹോട്ട് ചോക്ലേറ്റ് കേക്ക് ഭയങ്കര സഹിക്കാൻ. ആ ഒഴുകണ ചോക്ലേറ്റ് ഇങ്ങനെ മുക്കി തന്നെ. Oh, just melt in the mouth. Where lokada? Chocolate cafe. Chocolate cafe. Ay chocolate. Kitty kadiya? Mr. Jinsi, നിങ്ങൾ ഇത്ര ബീര് വരുന്നോ? ഷെയിം ഓണി. നിങ്ങളൊരു ധീരയെ ബന്ധിയായിട്ടാണ് കണ്ടത്. മസാജുണ്ട്, അത് സുഖം കുറച്ചേരം ഇരുന്നു. നമുക്കല്ല എൻ്റെ മകി കീഴിലെ സാധനം വിടുവാ, നമ്മൾ വിടുവാ. അടിപൊളി വിടുവാ. ആ ഇവിടെ കുറേ വണ്ടിയൊക്കെ ഉണ്ട് കേട്ടോ. ഏയ് ഒരു കുഴപ്പമില്ല. എന്താ മസാജ് എവിടെ? 2 പേര്. എത്ര ടൈം? 5 minutes. 2 പേര്, 2 members. ഫോണോ കൊടുത്തടാ. ഗൈസ് രാരി പറക്കാൻ പോവാണ്. ടിക്കറ്റ് ഓൾറെഡി ഗിവ്. ஆல்ரெடி உங்கள் யார்கிட்ட கையில் தானே இங்கேருந்து கொடுத்தது. நான் தான் கொடுத்தது, நீங்கள் வாங்கிட்டு போய் ஆல்ரெடி கொடுத்துருக்கேன். யாரையும் மறக்காம போவா. ഇല്ല അത് ഒരേ പൊസിഷനാ. അമ്മയ്ക്ക് നടുവിൽ കുഴപ്പമില്ലാണല്ലോ. അമ്മയുടെ നടുവിൽ ഇങ്ങനെ ആക്കുന്നത് കാലമൊക്കില്ല. മമ്മി പറയാം ആരോ പിടിക്കുന്നവരുണ്ട് ഇത് കേൾക്കുന്നത്. മമ്മി പറയാം ആരോ കയറി പിടിക്കുന്നവരുണ്ട്. 1 ലക്ഷം റുപ്യ ഇത് പറഞ്ഞതിന്. ആരും വിളിക്കണോക്കി. മമ്മി ഞാന് കുലുങ്ങ. ഞാന് വലിയ ആളത്ത് കയറിയിട്ട് പേടി. ഞാന് കുലുങ്ങണോ? കുലുങ്ങോ?
ഓ ഗൈസ് അറിയാൻ പറ്റില്ല, നാണക്കെട്. ചേട്ടാ മാറിണ്ടോ? എടി ഇത് കുറച്ച് മതിയാട്ടോ വിട്ടാ വിട്ടാ. സീനാണ്. അമ്മി അടിവയറ് കുട്ടാ, അടിവയറിക്കിളിയാണ്. ഇല്ല പോല കുട്ടാ ചെറിയവരോടല്ല ഇട്ടത്. ഗൈസ് ഒരു റൈഡിലും കയറാണ്ട് ഇവിടെ ഒന്ന് സുഖിച്ച് കിടക്കുകയാണ്. കാലം കിടന്ന് പെട്ടക്കണ്. ഉണ്ട് ആണോ? നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായി? റൈഡ് ചുമ പൊളിയായിരുന്നു, അടിപൊളിയായിരുന്നു. നമ്മളങ്ങനെ ബോട്ട് ഹൗസിലൊക്കെ പോയി. ഇപ്പോൾ കേത്തിയിൽ വന്നത് ചേട്ടൻ പഠിച്ചു ഇവിടെ എഞ്ചിനീയറിങ്ങിന് ഇവിടെ കേത്തിയിലുള്ള കോളേജിൽ. അപ്പോൾ കോളേജ് കാണണം. പിന്നെ വന്നുകൊണ്ട് ഇവിടെ ട്രെയിൻ കേത്തി റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ വരുന്ന കാണാൻ വേണ്ടി ഇവരൊന്നും കണ്ടിട്ടില്ല. ഞാനും കണ്ടിട്ടില്ല, ഞാൻ ലൗഡേലേ കണ്ടിട്ടുള്ളൂ. കാണിച്ചു തരാം കേട്ടോ. ഇതാണ് കേത്തി റെയിൽവേ സ്റ്റേഷൻ. നല്ല സ്ഥലല്ലേ? ഇതാണ് കേത്തി റെയിൽവേ സ്റ്റേഷൻ. വാവ് സൂപ്പർ. പക്ഷെ ഇതിനെക്കാട്ടി മൂഡ് ലൗഡയിലാട്ടോ. 5:55 ട്രെയിൻ ഇതിനെക്കാട്ടും നല്ല ലൗഡയില റെയിൽവേ സ്റ്റേഷൻ. വണ്ടി വെക്കാൻ സ്ഥലമില്ലാന്നോ? ഡെവലപ്ഡ് അല്ല, മോസ്റ്റ് ബ്യൂട്ടിഫുൾ റെയിൽവേ സ്റ്റേഷൻ ഇൻ ഇന്ത്യ. ഇതല്ല ലൗഡയിൽ. ഇത്ര മനോഹരമായിട്ട് റെയിൽവേ സ്റ്റേഷൻ ഇന്ത്യയിൽ വേറെ എവിടെയും കണ്ടോ? എടി നമ്മളടുത്ത് റെയിൽവേ സ്റ്റേഷൻ ഇങ്ങനെ നോക്കിയാൽ തീട്ടൊക്കെ ഉണ്ടാവും. ആരിട് നമ്മുടെ മോനോ? തുങ്കുരുമണിയാണോ നീ? പൊന്നാണോ? പൊന്നാന്ന് എൻ്റെ പൊന്നിനെ കാണിച്ചിട്ട്, എൻ്റെ ശരിക്കും പൊന്നിനെ കാണിച്ചിട്ടേ പപ്പ. ഡാഡിയുടെ മുറ്റ എവിടെ? ഡാഡിയുടെ പൊന്നു മണി എവിടെ? ഡാഡിയുടെ ചിങ്കിരി മണി എവിടെ? ഡാഡിയുടെ പൊന്നു എവിടെടാ? ഗൈസ് അങ്ങനെ നമ്മളെ കേത്തി റെയിൽവേ സ്റ്റേഷനിലേക്ക് ട്രെയിൻ വരാൻ പോകട്ടോ. അമ്മ ഇവിടെ വന്നോ? ട്രെയിൻ വരുമ്പോൾ നോക്കിയെന്നോ? ഈസോടാ രാജി കൊടുന്നോ? നമ്മുടെ കേത്തി റെയിൽവേ സ്റ്റേഷനിലേക്ക് ട്രെയിൻ വരുന്നത്. കാലിയമ്മി അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഞാനിവിടെ പഠിച്ച് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, നമ്മുടെ വീഡിയോസ് കാണാൻ നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നത് കേട്ടോ. അതായിരിക്കും ടാറ്റ ബൈ ബൈ. സി യു ഫ്രം കേത്തി റെയിൽവേ സ്റ്റേഷൻ ഊട്ടി. ബൈ ബൈ.